കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 309 ദൈവപരിപാലനയും തിന്മ എന്ന വിഷമ പ്രശ്നവും. ക്രമീകൃതവും നല്ലതുമായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവശക്തനും പിതാവുമായ ദൈവം തന്റെ സൃഷ്ടികളെയെല്ലാം പരിപാലിക്കുന്നെങ്കിൽ തിന്മ എങ്ങനെയുണ്ടാകുന്നു? അടിയന്തര സ്വഭാവമുള്ളതും അനുപേക്ഷണീയവും വേദനാജനകവും നിഗൂഢവുമായ ഈ പ്രശ്നത്തിന് തിടുക്കത്തിലുള്ള ഒരു ഉത്തരവും മതിയാവുകയില്ല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ സമഗ്ര ദർശനത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ഉത്തരം കാണാൻ കഴിയൂ. സൃഷ്ടിയുടെ നന്മ, പാപത്തിന്റെ ദുരന്തം, തന്റെ ഉടമ്പടികളിൽ കൂടി മനുഷ്യനെ സന്ദർശിക്കുന്ന ദൈവത്തിന്റെ ക്ഷാമപൂർണമായ സ്നേഹം, തന്റെ പുത്രന്റെ രക്ഷാകരമായ മനുഷ്യാവതാരം, അവിടുത്തെ പരിശുദ്ധാത്മദാനം, അവിടുന്ന് വിളിച്ചുകൂട്ടിയ സഭ, കൂദാശകളുടെ ശക്തി, സൗഭാഗ്യപൂർണമായ ഒരു ജീവിതത്തിലേക്കുള്ള അവിടുത്തെ വിളി. സ്വതന്ത്രരായ സൃഷ്ടികൾ ഈ വിളിക്ക് സമ്മതമരുളാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം ഒരു ഭീകര രഹസ്യത്താൽ അവയ്ക്ക് ഈ വിളിയെ മുൻകൂട്ടി നിരസിക്കുവാനും കഴിയും. തിന്മ എന്ന പ്രശ്നത്തിന് ഒരു പരിധിവരെയെങ്കിലും ഉത്തരം നൽകാത്തതായി ക്രൈസ്തവ സന്ദേശത്തിന്റെ യാതൊരു ഘടകവുമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് യാതൊരു തിന്മയ്ക്കും നിലനിൽക്കാനാവാത്ത വിധം പരിപൂർണമായ ഒരു ലോകത്തെ ദൈവം സൃഷ്ടിക്കാതിരുന്നത്? അനന്തശക്തനായ ദൈവത്തിന് എപ്പോഴും കൂടുതൽ ശ്രേഷ്ഠമായതിനെ സൃഷ്ടിക്കുവാൻ കഴിയുമല്ലോ. എന്നാൽ ആത്യന്തിക ഗുണപൂർണതയിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ലോകത്തെ സൃഷ്ടിക്കുവാനാണ് ദൈവം തന്റെ അനന്തജ്ഞാനത്തിലും നന്മയിലും സ്വതന്ത്രമായി തീരുമാനിച്ചത്. ദൈവിക പദ്ധതിയിൽ ഈ പ്രക്രിയ ചില ചരാചരങ്ങളുടെ ആവിർഭാവത്തിനും മറ്റു ചിലവയുടെ തിരോധാനത്തിനും ഹേതുവാകുന്നു. കൂടുതൽ ഗുണപൂർണത പ്രാപിച്ചവയോടൊത്ത് കുറച്ചുമാത്രം ഗുണപൂർണത പ്രാപിച്ചവയും ക്രിയാത്മക ശക്തിക്കൊപ്പം നശീകരണ ശക്തികളും നിലനിൽക്കുന്നു. സൃഷ്ട ഗുണപൂർണതയിലെത്തുന്നതുവരെ ഭൗതിക നന്മയോടൊത്ത് ഭൗതിക തിന്മയും നിലനിൽക്കുന്നു. ബുദ്ധിശക്തിയും സ്വാതന്ത്ര്യവുമുള്ള സൃഷ്ടികൾ എന്ന നിലയ്ക്ക് മനുഷ്യരും മാലാഖമാരും തങ്ങളുടെ സ്വതന്ത്ര തീരുമാനത്താലും വിശിഷ്ട സ്നേഹത്താലും അവയുടെ പരമാന്ത്യത്തിലേക്ക് യാത്ര ചെയ്യണം. അതിനാൽ അവർക്ക് മാർഗഭ്രംശം സാധ്യമാണ്. അവർ വാസ്തവത്തിൽ പാപത്തിൽ വീഴുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഭൗതിക തിന്മയേക്കാൾ അളവറ്റ വിധം ദോഷകരമായ ധാർമ്മിക തിന്മ ലോകത്തിൽ പ്രവേശിച്ചത്. ദൈവം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു വിധത്തിലും ധാർമ്മിക തിന്മയുടെ ഹേതുവല്ല. എന്നാലും തന്റെ സൃഷ്ടികളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് ദൈവം തിന്മ അനുവദിക്കുന്നു. അതേസമയം നിഗൂഢാത്മകമായി തിന്മയിൽ നിന്ന് എങ്ങനെ നന്മ പുറപ്പെടുവിക്കാമെന്നാകുമെന്ന് അവിടുന്ന് അറിയുന്നു. സർവശക്തനായ ദൈവം അവിടുന്ന് പരമനന്മയായതിനാൽ തിന്മയിൽ നിന്ന് പോലും നന്മ പുറപ്പെടാൻ തക്കവിധം സർവശക്തനും നല്ലവനും അല്ലായിരുന്നെങ്കിൽ തന്റെ സൃഷ്ടികളിൽ എന്തെങ്കിലും തിന്മയ്ക്ക് സ്ഥാനം അനുവദിക്കില്ലായിരുന്നു. തന്റെ സൃഷ്ടികൾ ഉളവാക്കുന്ന തിന്മയുടെ, ധാർമ്മിക തിന്മയുടെ പോലും ഫലങ്ങളിൽ നിന്ന് തന്റെ സർവശക്തനായ പരിപാലനം മൂലം നന്മ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് യഥാകാലം കാണാൻ നമുക്ക് കഴിയും. ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് അയച്ചത് നിങ്ങളല്ല, പ്രത്യുത ദൈവമാണ്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേക പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത്. ഇന്നോളം ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ധാർമ്മിക തിന്മയിൽ നിന്ന് സർവ്വ മനുഷ്യരുടെയും പാപങ്ങളുടെ ഫലമായി ദൈവത്തിന്റെ ഏകജാതനെ തിരസ്കരിച്ചതും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും ദൈവം അവിടുത്തെ അതിസമൃദ്ധമായ കൃപാവരത്താൽ ഏറ്റവും മഹത്തമായ നന്മ പുറപ്പെടുവിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ മഹത്വീകരണവും നമ്മുടെ രക്ഷയും ഇതെല്ലാം ആണെങ്കിലും തിന്മ ഒരിക്കലും ഒരു നന്മ ആയിത്തീരുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. വിശുദ്ധരുടെ നിരന്തര സാക്ഷ്യം ഈ സത്യം ഉറപ്പിക്കുന്നു. ഏറെ ഇടർച്ചയ്ക്ക് വിധേയരായവരോടൊപ്പം തങ്ങൾക്ക് സംഭവിച്ചവയോട് പ്രതിഷേധം പ്രകടിപ്പിച്ചവരോടുമായി സിയന്നായിലെ വിശുദ്ധ കത്രീന പറഞ്ഞു, എല്ലാം സ്നേഹത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. എല്ലാം മനുഷ്യരുടെ രക്ഷയ്ക്കായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ദൈവത്തിനില്ല. തന്റെ രക്തസാക്ഷിത്വത്തിനും കുറച്ചു മുൻപ് വിശുദ്ധ തോമസ് മൂർ തന്റെ പുത്രിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം തിരുമനസ്സാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല. അത് എന്തു തന്നെയായാലും അത് നമ്മുടെ ദൃഷ്ടിയിൽ എത്ര തിന്മയായി തോന്നിയാലും അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. നോർവിച്ചിലെ ജൂലിയാന പ്രഭയുടെ വാക്കുകൾ ശ്രദ്ധേയങ്ങളാണ്. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അതുപോലെ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കണമെന്നും നമ്മുടെ നന്മയ്ക്കായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കണമെന്നും ദൈവകൃപയാൽ ഞാൻ പഠിച്ചു.
വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്മയ്ക്കായിരിക്കുമെന്ന് നിനക്കു തന്നെ കാണാൻ കഴിയും. ദൈവം ലോകത്തിന്റെയും ചരിത്രത്തിന്റെയും നാഥനാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു. എങ്കിലും അവിടുത്തെ പരിപാലനയുടെ വഴികൾ നമുക്ക് പലപ്പോഴും അജ്ഞാതങ്ങളാണ്. നമ്മുടെ ഭാഗിക ജ്ഞാനം ഇല്ലാതാകുന്ന അന്ത്യത്തിൽ ദൈവത്തെ നമ്മൾ മുഖാഭിമുഖം ദർശിക്കുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ വഴികൾ, തിന്മയുടെയും പാപത്തിന്റെയും രംഗപ്രവേശങ്ങളിൽ കൂടി പോലുമുള്ള വഴികൾ പൂർണ്ണമായി അറിയുകയുള്ളൂ. അവയിൽ നിന്നാണ് തിന്മയുടെയും പാപത്തിന്റെയും ദുരന്തത്തിൽ പോലും ദൈവം തന്റെ സൃഷ്ടിയെ അന്തിമ സാപത്ത് വിശ്രമത്തിലേക്ക് നയിച്ചത്. ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചത് ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിരുന്നു. സംഗ്രഹം: ലോകത്തിന്റെയും മനുഷ്യന്റെയും സൃഷ്ടിയിൽ കൂടി ദൈവം തന്റെ ജ്ഞാനത്തിന്റെയും സർവശക്ത സ്നേഹത്തിന്റെയും പ്രഥമവും സാർവത്രികവുമായ സാക്ഷ്യം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയെ ലക്ഷ്യമാക്കിയുള്ള ദൈവത്തിന്റെ കൃപാകര പദ്ധതിയുടെ പ്രഥമ പ്രഘോഷണമാണിത്. സൃഷ്ടികർമ്മം പ്രത്യേകമായി പിതാവിന്റെ പ്രവൃത്തിയായി പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ സത്യമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സൃഷ്ടികർമ്മത്തിന്റെ അവിഭാജ്യമായ ഏക പ്രഭാവമാണെന്നത്. സ്വതന്ത്രമായും നേരിട്ടും യാതൊരു സഹായം കൂടാതെയും ദൈവം തനിച്ചാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. നിഷ്കൃഷ്ടാർത്ഥത്തിൽ സൃഷ്ടികർമ്മം നിർവഹിക്കപ്പെടുവാൻ വേണ്ട അനന്തശക്തി യാതൊരു സൃഷ്ടിക്കലുമില്ല. യാതൊരു വിധത്തിലും മുൻപില്ലാതിരുന്ന അസ്തിത്വം ഒരു വസ്തുവിനോ ജീവിക്കോ കൊടുക്കുക, അതായത് ശൂന്യാവസ്ഥയിൽ നിന്ന് അതിനെ അസ്തിത്വത്തിലേക്ക് വിളിക്കുക എന്നതാണ് സൃഷ്ടികർമ്മം. തന്റെ മഹത്വം പ്രകടമാക്കാനും പകർന്നു കൊടുക്കാനുമാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സത്യത്തിലും നന്മയിലും സൗന്ദര്യത്തിലും സൃഷ്ടികൾ പങ്കാളികളാകുന്നതിനാലാണ് സൃഷ്ടികർമ്മത്തിന്റെ ലക്ഷ്യമായ ദൈവമഹത്വം അടങ്ങിയിരിക്കുന്നത്. പുത്രനായ വചനം മൂലവും തന്റെ ശക്തിയുടെ വചനത്താൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്ന സൃഷ്ടാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവ് മൂലവും ദൈവം ലോകത്തെ സൃഷ്ടിക്കുകയും അതിനെ അസ്തിത്വത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നു. ജ്ഞാനത്തോടും സ്നേഹത്തോടും കൂടെ തന്റെ സൃഷ്ടികളെയെല്ലാം അവിടുന്ന് അവയുടെ പരമലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിന് ദൈവം സ്വീകരിക്കുന്ന സംവിധാനങ്ങളാണ് ദൈവിക പരിപാലന. നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സ്നേഹപരിപാലനയിലേക്ക് പുത്ര നിർവിശേഷമായ ആത്മസമർപ്പണത്തിന് ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. വിശുദ്ധ പത്രോസ് അപ്പസ്തോലനും ആവർത്തിച്ചു പറയുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സൃഷ്ടികളുടെ പ്രവർത്തനത്തിൽ കൂടിയും ദൈവിക പരിപാലന പ്രവർത്തിക്കുന്നു. ദൈവിക പദ്ധതിയോട് സ്വതന്ത്രമായി സഹകരിക്കുവാനുള്ള കഴിവ് മനുഷ്യർക്ക് ദൈവം നൽകുന്നു. ഭൗതിക തിന്മ മാത്രമല്ല, ധാർമ്മിക തിന്മ പോലും ദൈവം അനുവദിക്കുന്നുവെന്ന വസ്തുത ഒരു ദിവ്യരഹസ്യമാണ്. തിന്മയുടെ മേൽ വിജയം വരിക്കുവാനായി മരിച്ചുയർത്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവം ഈ രഹസ്യം അനാവരണം ചെയ്യുന്നു. തിന്മയിൽ നിന്ന് നന്മ ഉളവാക്കുവാൻ കഴിയുകയില്ലായിരുന്നെങ്കിൽ ദൈവം ആ തിന്മ അനുവദിക്കുകയില്ലായിരുന്നുവെന്ന് വിശ്വാസം നമുക്ക് ഉറപ്പു തരുന്നു. ഇതിനുള്ള മാർഗങ്ങൾ നിത്യജീവിതത്തിൽ മാത്രമേ നാം പൂർണ്ണമായി അറിയുകയുള്ളൂ.